നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നൃത്തപരിപാടി അവതരിപ്പിക്കാൻ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ച് നൽകുന്ന ലോബി സജീവമാകുന്നു. നടപടിയെടുക്കാതെ ദേവസ്വം അധികൃതർ. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഭക്തർ. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകൾ പൊട്ടി റോഡ് പിളർന്നു. പുന്നേർകുളം എഇഒ നാക്കോല റോഡിന്റെ തകർച്ച പൊതുജനത്തെ ദുരിതത്തിലാക്കുന്നു. റോഡെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാതെ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 13 കുടുംബങ്ങൾ. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ ചുട്ടുപൊള്ളും. തൃശൂരിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനു മുന്നിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പിങ്ക് കഫേ കാരവാൻ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജ. പഞ്ചായത്ത് അംഗം എം.സി. ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലെ വിധിന്യായം പാലിച്ചാണ് ഉത്തരവ്. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. പൊന്നാനി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി ബെല്ലാരി ഷമീറാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. വേനലവധിക്കാലത്ത് കണ്ണന് മുന്നിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക്. ഇത് മുതലെടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ചു നൽകുന്ന ലോബി സജീവമാകുന്നു. നൃത്തം അഭ്യസിക്കുന്നവരുടെ ഏറ്റവും വലിയ മോഹമാണ് കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിക്കുക എന്നത്. അതുകൊണ്ടുതന്നെ 365 ദിവസവും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാകാരന്മാർ നിറഞ്ഞാടും. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 11 വരെയാണ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുള്ളത്. ഈ സമയത്ത് പരിപാടികൾ അവതരിപ്പിക്കാൻ 1.5 മണിക്കൂർ നേരത്തേക്ക് 5,900 രൂപയാണ് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടത്. 60 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം. നിലവിൽ മെയ് 26 വരെ ബുക്കിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ഓഫീസിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവരുടെ നീണ്ട നിരയായിരുന്നു. പലരും ബുക്ക് ചെയ്ത ശേഷം ആവശ്യക്കാർക്ക് മറിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഇരട്ടി പണമാണ് ഇവർ ഈടാക്കുന്നത്. ചില ദേവസ്വം ജീവനക്കാരും ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട്. ഇവർ ഇതിന് കമ്മീഷനും കൈപ്പറ്റുന്നുണ്ട്. ഇത്തരം ലോബികൾ രാവിലെ മുതൽ ദേവസ്വം ഓഫീസിൽ തമ്പടിച്ചിരിക്കും. ഇതുമൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവർ കണ്ണീരോടെ മടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ലഭിക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷം മുതൽ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിനേക്കാളും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് കൂടുതൽ പേർക്കും താൽപര്യം. അതുകൊണ്ടുതന്നെ ഇത്തരം ലോബികൾ പറയുന്ന തുക നൽകി പലരും ചൂഷണത്തിനിരയാകുന്നുണ്ട്. ഇത്തരം ലോബികളെ നിയന്ത്രിക്കാൻ ദേവസ്വവും ശ്രമിക്കുന്നില്ല. ഇതിന് പരിഹാരമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഭക്തരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ റേഷൻ കടയ്ക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകൾ പൊട്ടി റോഡ് പിളർന്നു. തൃത്താല പാവർട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് ചൊവ്വാഴ്ച രാവിലെ 8:30 വലിയ ശബ്ദത്തോടെ പൊട്ടിയത്. സമീപത്തെ പറമ്പുകളിലേക്കും കാനകളിലേക്കും റോഡിലും വെള്ളം പരന്നൊഴുകി ഗതാഗതം സ്തംഭിച്ചു. സ്കൂൾ, ഓഫീസ് സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പാണ് പെരുമ്പിലാവ് നിലമ്പൂർ പാതയായ റോഡിന്റെ പുനർനിർമ്മാണം നടത്തി ഉദ്ഘാടനം നടന്നത്. 15 മീറ്ററോളം നീളത്തിലും വീതിയിലുമാണ് റോഡ് പിളർന്നിട്ടുള്ളത്. നാട്ടുകാർ വാഹനങ്ങൾ നിയന്ത്രിച്ച് അപകടാവസ്ഥ ഒഴിവാക്കുകയും വാട്ടർ അതോറിറ്റിയെ അറിയിച്ച് ജലവിതരണം നിർത്തിവെക്കുകയും ചെയ്തു. മേഖലയിലെ റോഡ് ഗതാഗതം പൂർണ്ണമായി തകരാറിലായതിനാൽ പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി വഴിയും തൃശൂർ, ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കല്ലുംപുറം വഴിയും തിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പൈപ്പ് പൊട്ടി അപകടാവസ്ഥയാണെന്ന് ജല അതോറിറ്റിയെയും പോലീസിനെയും നാട്ടുകാർ അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിൽ നാട്ടുകാർ ക്ഷുഭിതരായി. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. കേരള ജല അതോറിറ്റി അറിയിപ്പ്. പെരുമ്പിലാവ് ജംഗ്ഷനും അറയ്ക്കൽ പാടത്തിനും ഇടയിലായി ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് മാർച്ച് 27, 28, 29 തീയതികളിൽ കാട്ടകാമ്പാൽ, പുന്നയൂർ, പുന്നയൂർകുളം, കടവല്ലൂർ, വടക്കേക്കാട്, പോർക്കുളം എന്നീ പഞ്ചായത്തുകളിലേക്ക് പൂർണ്ണമായും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലേക്ക് ഭാഗികമായും ജലവിതരണം തടസ്സപ്പെടുമെന്ന് കുന്നംകുളം PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. പൊന്നാനി വെളിയംകോട് അയ്യോട്ടിച്ചിറ സ്വദേശി കിഴക്കേതിൽ വീട്ടിൽ 34 വയസ്സുള്ള ബെല്ലാരി ഷമീർ എന്ന ഷമീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ IPSന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ VR. വിനോദ് IAS ആണ് ഉത്തരവിറക്കിയത്. അവസാനമായി കവർച്ചാ കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന ഇയാൾ കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത്.
നരഹത്യാശ്രമം, കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് കവർച്ച നടത്തുക, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷമീർ. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാപ്പ 3 നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഷമീറിനെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു. 6 മാസത്തേക്കാണ് തടവ്. സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി കുടുംബശ്രീ പിങ്ക് കഫേ കാരവാൻ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ 2024 ജനുവരി 16 വിധിന്യായം പാലിച്ചാണ് ഉത്തരവ്. കുന്നംകുളം ഭൂരേഖ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് നടപടി. ഉത്തരവ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തുനിന്നും കാരവാൻ മാറ്റുന്നതിന് 5ാം എതിർകക്ഷിയായ എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവായി. പിങ്ക് കഫേ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ മാർച്ച് 19 നടന്ന കൂടിക്കാഴ്ചയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് നിലവിൽ പിങ്ക് കഫേ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം ആരുടെ അധീനതയിലാണെന്നും കഫേ സ്ഥാപിച്ചത് മൂലമുള്ള അപകട സാധ്യത സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാൻ കുന്നംകുളം ഭൂരേഖ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വില്ലേജ് രേഖകൾ പ്രകാരം പുറമ്പോക്ക് റോഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണ് ഉള്ളത്. കഫേക്ക് എതിർവശത്ത് റോഡിനപ്പുറം GLSP എരുമപ്പെട്ടി, GHSS എരുമപ്പെട്ടി എന്നീ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇടവേളകളിലും മറ്റും സ്കൂൾ കുട്ടികൾ ഈ കാരവാന് സമീപത്ത് കൂട്ടം ചേർന്ന് നിൽക്കുന്നതായും ആയതിനാൽ അപകട സാധ്യതയുള്ളതായും തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം മാർച്ച് 8 പിങ്ക് കഫേ പ്രവർത്തനം തുടങ്ങിയത്. അസഹനീയമായി ചൂടുകൂടിയതിനെ തുടർന്ന് കഫേക്ക് മുകളിൽ പന്തൽ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെയും വിയോജിപ്പുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വാഹനത്തിന്റെ ബാറ്ററി മോഷണം പോയി. മരുത്തംകോട് മുച്ചിരിപ്പറമ്പിൽ രാജന്റെ ഓട്ടോറിക്ഷയുടെ ബാറ്ററിയാണ് മോഷണം പോയത്. ചിപ്സ് കച്ചവടം നടത്തുന്ന രാജൻ താമസിക്കുന്ന വീടിനോട് ചേർന്നാണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നത്. ഭാര്യയുടെ ഉടമസ്ഥതയിലാണ് വാഹനം. ഇന്ന് രാവിലെ കച്ചവട ആവശ്യത്തിനായി വാഹനം എടുക്കാൻ വന്നപ്പോഴാണ് ബാറ്ററി മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗ്രില്ലുകൾ അറുത്തുമുറിച്ച് മാറ്റിയാണ് ബാറ്ററി മോഷ്ടിച്ചിട്ടുള്ളത്. മുകളിലത്തെ നിലയിലായിരുന്നതിനാലും ഫാൻ പ്രവർത്തിച്ചിരുന്നതിനാലും രാത്രി ശബ്ദമൊന്നും കേട്ടില്ലെന്ന് രാജൻ പറയുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ രാത്രി മോഷ്ടാക്കൾ വന്നിട്ട് ഈ വണ്ടിയുടെ ബാറ്ററി മോഷ്ടിച്ചു കൊണ്ടുപോയി. കുന്നംകുളം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കമ്പികളും അറുത്ത് മുറിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. CPM BJP ഒത്തുകളി തൃശൂരിൽ വിലപ്പോകില്ലെന്ന് TN പ്രതാപൻ MP. UDF മണലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്ഛനും മകളും ജയിലിൽ പോകാതിരിക്കാൻ എത്ര കുതന്ത്രങ്ങൾ മെനഞ്ഞാലും തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ K മുരളീധരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് ചുട്ട മറുപടി നൽകും. കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള CPM BJP അന്തർധാര തൃശൂരിൽ വിലപ്പോകില്ലെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP അഭിപ്രായപ്പെട്ടു. UDF മണലൂർ നിയോജക മണ്ഡലം ചെയർമാൻ PA മാധവൻ അധ്യക്ഷനായി. UDF നേതാക്കളായ ഷാജി കോടങ്ങണ്ടത്ത്, CC ശ്രീകുമാർ, അസ്കർ അലി തങ്ങൾ, PK രാജൻ, CJ സ്റ്റാൻലി, NJ ലിയോ, PRN നമ്പീശൻ, സുബൈദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വർഗീയ ഫാസിസ്റ്റുകളായ BJP സംഘപരിവാറുമായി കൈകോർത്തുകൊണ്ട് കോൺഗ്രസും UDFും തോൽക്കണം എന്നൊരൊറ്റ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ BJPയുമായിട്ടുള്ള ഈ അന്തർധാരയ്ക്ക് കടുത്ത വില CPMും LDFും കൊടുക്കേണ്ടി വരും. മണലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നമുക്കുണ്ടായിരുന്ന 16,000 പരം വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ K മുരളീധരൻ ഈ നിയോജക മണ്ഡലത്തിലും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും, ഒരു സംശയവും വേണ്ട. ചാവക്കാട് മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു.
ചാവക്കാട് മുല്ലത്തറ ജംഗ്ഷനോട് ചേർന്നാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ബൈജു, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രതീഷ് അയിനപ്പുള്ളി, ഗുരുവായൂർ ജില്ലാ പ്രഭാരി പ്രസാദ്, ചാവക്കാട് മണ്ഡലം അംഗങ്ങളായ സുരേഷ് തിരുവത്ര, പ്രമോദ് തിരുവത്ര, വിനോദ് ഷൈൻ, ബോഷി ചാണാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. രണ്ടാം തവണയാണ് ചാവക്കാട് മേഖലയിൽ സുരേഷ് ഗോപി പര്യടനം നടത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ചൂട് ഇനിയും ഉയരുമെന്നതിനാൽ സംസ്ഥാനത്ത് 10 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ചുട്ടുപൊള്ളുന്ന വേനൽ അനുഭവപ്പെടാം. തൃശൂരിലാണ് നിലവിലെ സാഹചര്യങ്ങൾ ഏറെ മോശമായിരിക്കുന്നത്. ഇന്നലെയും ഏറ്റവും അധികം ചൂട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ജില്ലയിലാണ്. ഇനി തൃശൂരിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ ഒഴികെ മാർച്ച് 26 മുതൽ 30 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. 23 വർഷങ്ങളായി കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് ഉക്രു മാസ്റ്റർ ബാസ്കറ്റ്ബോൾ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടത്തിവരാറുള്ള സമ്മർ ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ബാസ്കറ്റ്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ്. പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 1 രാവിലെ 7 മണിക്ക് TT പൈലുണ്ണി മെമ്മോറിയൽ YMCA ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് രക്ഷിതാക്കളുമായി എത്തിച്ചേരേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 30 വരെ നടക്കുന്ന ക്യാമ്പിൽ പരിശീലനത്തിന്റെ സമയം രാവിലെ 6:30 മുതൽ 8:30 വരെയായിരിക്കും. പരിശീലനം പൂർത്തിയാവുന്നവർക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെയും അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KBF പ്രസിഡന്റ് KV ആനന്ദൻ, സെക്രട്ടറി C. JB ജേക്കബ്, ഭാരവാഹികളായ മാത്യു ചെമ്മണ്ണൂർ, KV പോൾ, ബാസ്കറ്റ്ബോൾ കോച്ച് ഷെല്ലി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. പാലപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് 4 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി ക്ഷേത്രത്തിന് സമീപം ത്വാഹാ പള്ളിക്ക് മുൻപിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ കുന്നംകുളം ചിറ്റഞ്ഞൂർ സ്വദേശികളായ എഴുത്തുപുരയ്ക്കൽ ശീതൾ, ജലജ, ജിഷ്മ, ജിഷിൻ രാജ് എന്നിവരെ പാലപ്പെട്ടി, വെളിയംകോട് എന്നിവിടങ്ങളിലെ അൽഫസ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രഥമ പ്രിൻസിപ്പാളായിരുന്ന ലാസറസ് റബ്ബാന്റെ സംസ്കാര ശുശ്രൂഷ അയിരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയിൽ നടന്നു. ഈ മാസം ആദ്യവാരത്തിൽ കാനഡയിൽ വെച്ച് നിര്യാതനായ ലാസറസ് റംബാന്റെ ഭൗതിക ശരീരം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ച സംസ്കാരം നടത്തിയത്. ബെഥനി സെന്റ് ജോൺസ് സ്കൂളിന്റെ പ്രിൻസിപ്പാളായി 1/4 നൂറ്റാണ്ടുകാലം പ്രവർത്തിച്ച രംബാച്ചന്റെ സംസ്കാര ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും സ്റ്റാഫ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് അന്തിമോപചാരം അർപ്പിച്ചത്. ബെഥനി ആശ്രമം സുപ്പീരിയർ ഫാദർ സക്രിയ OIC, ഫാദർ ബെഞ്ചമിൻ OIC എന്നിവർ ചേർന്ന് സ്കൂളിന് വേണ്ടി പുഷ്പചക്രം അർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോഫി ജോർജ് ഉൾപ്പെടെയുള്ളവരും പുഷ്പചക്രം അർപ്പിച്ച് അന്തിമോപചാരം നടത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേച്ചേരി പുഴയിലേക്ക് തുറന്നുവിട്ട വെള്ളം തണ്ടിലം, വെള്ളാറ്റഞ്ഞൂർ, പുലിയന്നൂർ പ്രദേശങ്ങളിലേക്ക് ഇനിയും എത്തിയില്ല. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുൻപിൽ നിരാഹാരം നടത്തുമെന്ന് കോൺഗ്രസ്. കനത്ത വേനലിൽ കിണറുകൾ വറ്റി വരണ്ടതോടെ കുടിവെള്ള ആവശ്യത്തിനായി കേച്ചേരി പുഴയിലേക്ക് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം ഇതുവരെ വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, പുലിയന്നൂർ, തണ്ടിലം പ്രദേശങ്ങളിലേക്ക് എത്താത്തതിലാണ് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. പലയിടങ്ങളിൽ തടയണകളിലായി കെട്ടി സംരക്ഷിച്ച പുഴവെള്ളം എല്ലാ ഭാഗത്തേക്കും തുറന്നുവിടാനുള്ള നടപടിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നും ഇത് തുടരുകയാണെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. അവിടെ നിന്ന് വിട്ട വെള്ളം പല തടയണകളായി ഓരോ പ്രദേശം പ്രാദേശികപരമായി അവർ അവിടെ അടച്ചു വെച്ചതിനാൽ നന്ദിലത്തിൻ്റെ ആനയെ കുളിപ്പിക്കുന്നത് ആ വെള്ളമടക്കം വെച്ചുകൊണ്ട് വളരെ മോശകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ പുഴ ഇന്ന് മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത്. മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുകയും കുടിവെള്ള സ്രോതസ്സുകൾ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിന് മുൻപേ സത്യാഗ്രഹം ഇരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി PN അനിൽ മാസ്റ്റർ, വേലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോഷി വടക്കൂടൻ, പുലിയന്നൂർ വാർഡ് പ്രസിഡന്റ് ജോബി ജോൺ, ഫ്രാൻഡോ ഫ്രാൻസിസ്, ഷാജു, സിജോ PK,
രാമചന്ദ്രൻ മാങ്കുളങ്ങര, കർഷകൻ സന്തോഷ് പാത്രമംഗലം എന്നിവർ സംസാരിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിനും വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. 4 ദിവസങ്ങളായി വാഴാനി ഡാമിൽ നിന്നും തുടർച്ചയായി തുറന്നുവിട്ട വെള്ളം പുഴയിലെ വിവിധ പ്രദേശങ്ങളിലെ തടയണകളിൽ അണകെട്ടി നിർത്തിയതുകൊണ്ടാണ് വെള്ളം ഈ പ്രദേശത്തേക്ക് എത്താത്തത്. 4 ദിവസം തുറന്നുവിട്ടതിനു ശേഷം ഡാമിൽ നിന്നുമുള്ള ജലപാതം നിലവിൽ വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ്. കുണ്ടന്നൂർ, മങ്ങാട്, എരുമപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത്. ഈ വേനൽക്കാലത്ത് അഡീഷണൽ ഇറിഗേഷന്റെ വിവിധ പ്രവൃത്തികൾ പുഴയിൽ നടക്കുന്നതിനാൽ ഈ വർഷം ഇനി വെള്ളം തുറന്നുവിടാൻ സാധ്യതയില്ലെന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണികൾ ആരംഭിക്കും മുമ്പ് ഡാം തുറക്കണമെന്നും വെള്ളം തടഞ്ഞു നിർത്താതെ എല്ലാ ഭാഗത്തേക്കും വിടാൻ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, വേലൂർ. അക്കിക്കാവ് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് വിളക്കുകൾ കണ്ണടച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും അനക്കമില്ലാതെ അധികൃതർ. ഇരുട്ടിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതോടെ പൊറുതിമുട്ടിയ നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ജംഗ്ഷനിലെ കടവരാന്തകൾ, ഓട്ടോറിക്ഷ പാർക്ക്, ബസ് സ്റ്റോപ്പ്, സമീപത്ത് കാടുപിടിച്ചു കിടക്കുന്ന ഒഴിഞ്ഞ പറമ്പ് എന്നിവ കേന്ദ്രീകരിച്ചാണ് സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. ലഹരി സംഘങ്ങളും സജീവമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ജംഗ്ഷൻ ഇരുട്ടിലായതോടെ ബുദ്ധിമുട്ടുന്നത്. ലൈറ്റുകൾ പ്രകാശിപ്പിക്കാൻ പഞ്ചായത്ത് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുനേർകുളം AO നാക്കോല റോഡിന്റെ തകർച്ച പൊതുജനത്തെ ദുരിതത്തിലാക്കുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഫണ്ട് അനുവദിച്ചു വർഷങ്ങളായിട്ടും റോഡ് നവീകരണം ആരംഭിച്ചിട്ടില്ല. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. 100 കണക്കിന് വാഹനങ്ങളും 1000കണക്കിന് യാത്രക്കാരും ഇതുവഴിയുള്ള 3 ബസ് സർവീസും പ്രതിസന്ധിയിലാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞതോടെ ടാക്സി വാഹനങ്ങൾ ഈ റോഡിലൂടെ വരാൻ മടിക്കുകയാണ്. ജല അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുറുകെ 24ഓളം സ്ഥലങ്ങളിലാണ് പൊളിച്ചിട്ടുള്ളത്. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതും യാത്രാക്ലേശം പ്രതിസന്ധിയായി. മാത്രവുമല്ല, ഇവിടങ്ങളിലുണ്ടാക്കിയ 2 കൾവർട്ടും റോഡിന് ഉയരത്തിൽ നിൽക്കുകയും ഇരു സൈഡുകളിലും വലിയ കല്ലുകൾ ഇളകിക്കിടക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. റോഡ് BMBC നിലവാരത്തിൽ റീടാർ ചെയ്യുന്നതിന് 3 വർഷം മുമ്പ് റർബൻ മിഷൻ പദ്ധതി പ്രകാരം 1 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നവീകരണ പ്രവൃത്തികൾക്ക് തുക അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങാൻ അധികൃതർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. പലതവണ റോഡ് നവീകരിക്കണമെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയൊന്നും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. CCTV ന്യൂസ്, പുന്നയൂർകുളം. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ദുരിതം അനുഭവിക്കുകയാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡിലെ 13 കുടുംബങ്ങൾ. റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടും പഞ്ചായത്ത് അധികൃതർ ഏറ്റെടുക്കാത്തതാണ് ഈ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. 5 പതിറ്റാണ്ടോളമായി റോഡ് എന്ന സ്വപ്നം കണ്ടുറങ്ങുകയാണ് കണ്ടാണിശ്ശേരി മരക്കമ്പനി റോഡിലെ കുടുംബങ്ങൾ. കണ്ടാണിശ്ശേരി വില്ലേജ് ഓഫീസിലേക്കുള്ള റോഡിനോട് ചേർന്നാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്ന റോഡ് സ്ഥിതി ചെയ്യുന്നത്. വില്ലേജ് ഓഫീസിലേക്കുള്ള റോഡ് ടാർ ചെയ്തെങ്കിലും 13 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലെ 100 മീറ്റർ റോഡ് മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതുമൂലം വേനലിൽ പൊടിശല്യവും മഴ കനക്കുന്നതോടെ സമീപത്തെ പാടശേഖരങ്ങളും തോടുകളും നിറഞ്ഞു കവിഞ്ഞ് റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാവുകയാണ് പതിവ്. സമീപത്തെ അങ്കണവാടിയിലേക്കും വില്ലേജ് ഓഫീസിലേക്കും സഞ്ചരിക്കാൻ ഈ റോഡാണ് ഏക ആശ്രയം. 13 കുടുംബങ്ങളും റോഡ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. ഇത് പ്രകാരം പഞ്ചായത്ത് നിർദ്ദേശിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് റോഡ് ഏറ്റെടുത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ റോഡാണ്. ഇവിടെ ഞങ്ങൾ 13 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇത് വളരെ പ്രയാസകരമായ റോഡാണ് മഴക്കാലത്തും അല്ലാത്ത ടൈമിലും. അപ്പം അതിന് പുറമെ കാന കയറി ആകെ പൊടിയുടെ ശല്യം ഭയങ്കര പ്രയാസമായി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ 13 കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത വളരെ പ്രയാസകരമായ അവസ്ഥയാണ് മഴക്കാലത്തും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഞങ്ങൾ പറയണം. പ്രദേശവാസികളുടെ 5 പതിറ്റാണ്ട് നീണ്ട ആവശ്യത്തോടാണ് മാറി മാറി ഭരണം നടത്തിയ ഭരണസമിതികൾ മുഖം തിരിച്ചു നിൽക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. കേരളത്തിലെ വിവിധ സ്കൂളുകൾ പങ്കെടുത്ത സയൻസ് ടെക്നിക്കൽ എക്സിബിഷൻ റീജിയണൽ സ്റ്റോഗോ ഫെസ്റ്റിൽ 1-ാം സ്ഥാനം നേടിയ AR നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുബായിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു.
മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അദീന റോസ്, അനന്യ സി മാനോൻ, ഭദ്ര കെ പ്രസീദ് എന്നീ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏപ്രിൽ 22-23 തീയതികളിൽ ദുബായ് മിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഫൈനലിൽ പങ്കെടുക്കാനുള്ള ആവേശത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി റോസ് എന്നിവരുടെ പിന്തുണയും കുട്ടികൾക്ക് തുണയായി. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ICA വൈബ്സ് 24.3 സ്കൂൾ റേഡിയോ സ്റ്റുഡിയോ ആരംഭിച്ചു. ICA പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഹാജി, അക്കാദമിക് കമ്മിറ്റി കൺവീനറുമായ RV അബ്ദുൾ മജീദും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ ഷെരീഫ് പോവൽ അധ്യക്ഷത വഹിച്ചു. സീനിയർ വൈസ് പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, ട്രഷറർ ഷാഫി, ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ ഹാരിസ്, കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനർ ജലീൽ, അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ 43ാമത് ഫ്ലഡ്-ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേള 2024 മാർച്ച് 31 മുതൽ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി കായികരംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ അധ്യാപകരെ ആദരിക്കും. കരാട്ടെ, കളരിപ്പയറ്റ് പ്രദർശനം, അഭിഭാഷക സദസ്സ് എന്നിവ ഫുട്ബോൾ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ആലത്തൂർ MP രമ്യ ഹരിദാസ്, കുന്നംകുളം MLA AC മൊയ്തീൻ, മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപ്പൊലീത്ത, കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, കുന്നംകുളം മഹല്ല് ഖത്തീബ് നിസാർ അലി വാഫി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കും. ഈ വർഷം മുതൽ സ്ത്രീകൾക്കും 70 വയസ്സിന് മുകളിലുള്ളവർക്കും ഇരുന്ന് കളി കാണുന്നതിന് പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സ് കമ്മിറ്റി പ്രസിഡന്റ് MM വിൽസൺ, സംഘാടക സമിതി ചെയർമാൻ C ഗിരീഷ് കുമാർ, ട്രഷറർ ബാബു പള്ളിക്കര, കൺവീനർ സാബു ഐനൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. വേനൽപ്പറവകൾക്ക് കുടിനീരേകാൻ ഗുരുവായൂർ നഗരസഭ വിവിധയിടങ്ങളിൽ മൺചട്ടികൾ സ്ഥാപിച്ചു. നഗരസഭാ ഓഫീസ്, EMS സ്ക്വയർ, വിവിധ പാർക്കുകൾ എന്നിവിടങ്ങളിലാണ് മൺചട്ടികൾ സ്ഥാപിച്ചത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ചട്ടികളിൽ വെള്ളമൊഴിച്ചു നൽകി. മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C റഫീഖ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MD റിജേഷ്, AB സുജിത് കുമാർ, KS പ്രദീപ്, NULM സിറ്റി മിഷൻ മാനേജർ VS ദീപ എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പി സോൺ SYS നടത്തുന്ന ഇഫ്താർ ഖൈമ നോമ്പുതുറ സമയത്തുള്ള യാത്രക്കാർക്ക് അനുഗ്രഹമായി. മേഖലയിലെ തെരഞ്ഞെടുത്ത SYS യൂണിറ്റുകളിൽ നിന്നും കൊണ്ടുവരുന്ന വിഭവങ്ങളും ഈന്തപ്പഴം, ശുദ്ധജലം, വിവിധതരം പഴങ്ങൾ, ലഘുഭക്ഷണം എന്നിവ അടങ്ങിയ നോമ്പുതുറ കിറ്റുകളാണ് യാത്രക്കാർക്ക് SYS പ്രവർത്തകരും സാന്ത്വനം വളണ്ടിയർമാരും ചേർന്ന് വിതരണം ചെയ്യുന്നത്. നോമ്പുതുറ സമയത്ത് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് വഴിയാത്ര ചെയ്യുന്ന 100 കണക്കിന് ആളുകളാണ് ഇഫ്താർ ഖൈമ വഴി നോമ്പ് തുറക്കുന്നത്. പട്ടാമ്പിയിലെ വിവിധ മേഖലകളിൽ SYSന്റെ നേതൃത്വത്തിൽ റോഡരികിൽ ടെന്റുകൾ സ്ഥാപിച്ച് നോമ്പുതുറ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പുണ്യമാസ ആരംഭം മുതൽ നടന്നുവരുന്ന പ്രവർത്തനത്തിന് SYS പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി KT ഉസ്മാൻ സഖാഫി, ഫിനാൻസ് സെക്രട്ടറി UA റഷീദ് അസ്ഹരി, സാന്ത്വനം വളണ്ടിയർമാരായ ഫസൽ റഹ്മാൻ, നിസാമുദ്ദീൻ സഖാഫി, അഷ്റഫ് പട്ടാമ്പി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചമെന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ആചരിക്കുന്ന വിശുദ്ധ റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി SYS പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ഹൈമയാണ് ഇവിടെ നടക്കുന്നത്. റമദാൻ 1 മുതൽ അവസാനം വരെയും പട്ടാമ്പി സോൺ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഇഫ്താർ വിഭവങ്ങളാണ് ഇവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ നഗരമേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭം, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, മെഡിക്കൽ സഹായങ്ങൾ, പ്രവർത്തനങ്ങൾ സർവീസിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പളും ചിത്രകാരനുമായ KU കൃഷ്ണകുമാറിനെ ആദരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിനി ഓഡിറ്റോറിയത്തിലായിരുന്നു ആദരച്ചടങ്ങ്. വിശ്വപ്രസിദ്ധ ഫോട്ടോഗ്രാഫറും ഗ്രന്ഥകാരിയുമായ പത്മശ്രീ പേപിത സേത്ത് ആദരച്ചടങ്ങിൽ മുഖ്യാതിഥിയായി. കേരളീയ അനുഷ്ഠാന കലകളുമായും ഗുരുവായൂരിന്റെ ക്ഷേത്ര പശ്ചാത്തലവുമായുമുള്ള തന്റെ ഹൃദയബന്ധത്തെക്കുറിച്ചും തന്റെ പുസ്തകരചനയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും പത്മശ്രീ പേപിത വിദ്യാർത്ഥികളുമായി സംവദിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരായ ഡോക്ടർ MK ഹരിനാരായണൻ, ഡോക്ടർ VN ശ്രീജ, ഡോക്ടർ EK സുധ, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സാംസ്കാരിക പ്രവർത്തകരായ മുരളി പുറനാട്ടുകര, രാജലക്ഷ്മി മാനാഴി, ചിത്രകാരൻ നളിൻ ബാബു എന്നിവർ സംസാരിച്ചു. കൃഷ്ണകുമാർ മറുപടി പ്രസംഗം നടത്തി. കൃഷ്ണകുമാറിനുള്ള കോളേജിന്റെ ഉപഹാരം ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് കൈമാറി. CCTV ന്യൂസ് കേച്ചേരി.
ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന പെരുമ്പിലാവ് പരുവക്കുന്ന സ്വദേശി പണിക്ക വീട്ടിൽ അൻവറിനായി അക്കിക്കാവ് ഓട്ടോ തൊഴിലാളികൾ സഹായം നൽകി. ഓട്ടോ തൊഴിലാളികൾ സമാഹരിച്ച തുക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി CK സന്തോഷിൽ നിന്നും സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് ഉസ്മാൻ കല്ലാട്ടയിൽ ഏറ്റുവാങ്ങി. യൂണിയൻ പ്രസിഡന്റ് CV ജയൻ, സാന്ത്വനം സെക്രട്ടറി രാകേഷ് P രാഘവൻ, സാന്ത്വനം വൈസ് പ്രസിഡന്റുമാരായ MA കമറുദ്ദീൻ, KR ഖാദർ, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമടങ്ങിയ അൻവറിന് ചികിത്സിക്കാൻ വരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അൻവർ ഇപ്പോൾ കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ചികിത്സ തേടുകയും ശസ്ത്രക്രിയയ്ക്കായി സഹോദരൻ കിഡ്നി നൽകാമെന്നും ഏറ്റിരിക്കുകയാണ്. എന്നാൽ അൻവറിന് കിഡ്നി മാറ്റിവെക്കുന്നതിനായി 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. സാന്ത്വനം പാലിയേറ്റീവ് സെന്ററിലെ സഹപ്രവർത്തകരുടെയും മറ്റും സഹായത്താലാണ് ഇതുവരെ ചികിത്സകൾ നടന്നത്. ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അൻവറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങളും രംഗത്തെത്തിയിരുന്നു. 54 വയസ്സുള്ള അൻവർ 2 കിഡ്നിയും തകരാറിലായി ചികിത്സ തേടുകയാണ്. ഈയൊരു രോഗത്തിന് ചികിത്സ എന്ന് പറയുന്നത് അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡയാലിസിസ് തുടർന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കിഡ്നി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏകദേശം 15 ലക്ഷം രൂപയാണ് ഈ ഒരു ചികിത്സക്ക് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഈ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സുമനസ്സുകളായ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം ഒരുക്കുന്ന ഈദ്ഗാഹ് വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി കമ്മിറ്റി രൂപീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്രയുടെ അധ്യക്ഷതയിൽ മന്നലാംകുന്ന് അൽ ഹിക്മ മദ്രസയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി റഫീഖ് അഗ്ലാട് സ്വാഗതം പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി, ഹുസൈൻ എടക്കഴിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചെയർമാൻ മുഹമ്മദ് അലി തിരുവത്ര, കൺവീനർ ബാദുഷ മന്നലാംകുന്ന്, ട്രഷറർ അലി അഗലാട് എന്നിവർ അടങ്ങിയ 19 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പെരുന്നാൾ ദിവസം രാവിലെ 7 മണിക്ക് മന്നലാംകുന്ന് എഴയൂരിലാണ് ഈദ്ഗാഹ് നടത്തുന്നത്. അഷ്കർ സലഫി നിസ്കാരത്തിനും ഗുത്തുബയ്ക്കും നേതൃത്വം നൽകും. മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ PJ സ്റ്റൈജു നടപ്പിലാക്കി വരുന്ന പറവകൾക്കായുള്ള പാനസ്നാനപാത്ര പദ്ധതിയുടെ വിതരണം പുരോഗമിക്കുന്നു. ചാഴൂർ, ചേർപ്പ്, വാടാനപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലാണ് പാനസ്നാനപാത്ര പദ്ധതിയുടെ ഭാഗമായുള്ള വിതരണം നടന്നത്. ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് സ്വാമി ബോധാനന്ദ സ്കൂൾ, ഗണേശമംഗലം SMUP സ്കൂൾ, ഊരകം ALP സ്കൂൾ എന്നിവിടങ്ങളിലാണ് പറവകൾക്കായുള്ള പാനസ്നാനപാത്ര വിതരണം നടന്നത്. കുറുമ്പിലാവ് സ്വാമി ബോധാനന്ദ സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ഹിലർ അഹമ്മദ് അധ്യക്ഷനായി. പഞ്ചായത്തംഗം ഷീബ ഫ്രാൻസിസ്, പ്രധാനാധ്യാപിക AS ആശലത ടീച്ചർ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗണേശമംഗലം SMUP സ്കൂളിൽ MA ഖദീജ ടീച്ചർ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക CR രാഖി, PJ സ്റ്റൈജു എന്നിവർ സംബന്ധിച്ചു. ചേർപ്പ് ഊരകം ALP സ്കൂളിൽ PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ജീനി ടീച്ചർ, മാധ്യമപ്രവർത്തകനായ KB പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ജലസംരക്ഷണ പ്രതിജ്ഞയെടുത്തു. എളവള്ളി, പാവർട്ടി പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ അടുത്ത ദിവസം പദ്ധതിക്ക് തുടക്കമാകും. CCTV ന്യൂസ്, കേച്ചേരി. മലയാളികൾ മേടം 1 വിഷു ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വിഷുവിന്റെ വരവറിയിച്ച് കൊന്നപ്പൂക്കൾ നഗര ഗ്രാമപ്രദേശങ്ങളിൽ പൂത്തുലയുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുമ്പോഴെല്ലാം കൊന്നപ്പൂക്കൾ വിരിയുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. മാർച്ച് മാസം പൂത്തിരുന്ന കൊന്നപ്പൂക്കൾ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പൂക്കുന്ന സ്ഥിതിയാണ്. കൊന്നപ്പൂത്ത് 45 ദിവസത്തിനകം മഴ വരുമെന്നായിരുന്നു പഴമക്കാരുടെ ഐതിഹ്യം. മലയാളികളുടെ കാർഷിക സമൃദ്ധിയുമായി ഏറെ ബന്ധമുള്ള കേരളത്തിന്റെ കൊന്നപ്പൂക്കൾ വിഷുവിന് മലയാളികൾക്ക് കണി കാണാൻ ഏറെ പ്രിയമുള്ളതാണ്. കാണാനഴകുള്ള പൂക്കൾ നിറച്ചുണ്ടാവുന്ന വൃക്ഷത്തിന്റെ പൂവും തടിയും തൊലിയുമെല്ലാം വാദം, പിത്തം, കഫം എന്നീ രോഗങ്ങൾക്ക് ഔഷധവും കൂടിയാണ്. വിഷുവസന്തത്തിന് ചാരുത പകരുന്ന സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കൾ സാഹിത്യത്തിലും കവിതയിലും സിനിമയിലും കഥയിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം ഒറിജിനലിനെ വെല്ലുന്ന ചൈനയിൽ നിന്ന് വരുന്ന കൊന്നപ്പൂക്കളും വിപണിയിൽ സജീവമാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ ഗ്രാജുവേഷൻ സെറിമണി നടത്തി. 2023-24 അധ്യയന വർഷത്തിൽ കിൻഡർ ഗാർട്ടൻ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാന വിതരണവും സ്കൂൾ മാനേജർ ഫാദർ ഐസക് P. ജോൺസൺ നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ PK ലൈനു, UKG അധ്യാപിക ഷെഫിദ എന്നിവർ സംസാരിച്ചു.
പഴഞ്ഞി MD കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആർത്താറ്റ് ഡിമെൻഷ്യ പകൽ പരിപാലന കേന്ദ്രത്തിൽ മെമ്മറി ക്ലിനിക് സംഘടിപ്പിച്ചു. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അഞ്ജു കൃഷ്ണ രോഗികളെ പരിശോധിച്ചു. ഡിമെൻഷ്യ ബാധിതർക്കുള്ള വിവിധതരം തെറാപ്പികൾ പരിചയപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. കാട്ടുകാമ്പാൽ YMCA നഴ്സറി സ്കൂളിന്റെ നേതൃത്വത്തിൽ പറവകൾക്ക് ദാഹജലമൊരുക്കി. YMCA പ്രസിഡന്റ് ചാൾസൺ മാസ്റ്റർ മൺപാത്രത്തിൽ വെള്ളമൊഴിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി അനിൽ P. മാത്യു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഷാൻഡോ, പ്രധാനാധ്യാപിക രമിത ടീച്ചർ, അധ്യാപിക മുഹസിനാസ്, YMCA നഴ്സറിയിലെ കുട്ടികളും പങ്കെടുത്തു. പഴഞ്ഞി MD കോളേജ് സാമൂഹിക ജനാധിപത്യ ക്ലബിന്റെയും തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ ട്രാഫിക് അവബോധ ക്ലാസ് നടത്തി. സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിലെ തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജിഒ ജെ വാഴപ്പള്ളി, സജീവ് VV എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. സാമൂഹിക നീതി ഫോറം തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജിജി പോൾ, സെൽഫ് ഫിനാൻസ് വിഭാഗം മേധാവി ഡോക്ടർ രാജീവ്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജെസി ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ നദന ബഷീറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കണ്ണുപരിശോധനാ ക്യാമ്പും നടത്തി. ഇനി നവമാധ്യമ കാഴ്ച. ജീവനുള്ളവ അപകടത്തിൽപ്പെടുമ്പോൾ ഒന്നും നോക്കാതെ അവയെ രക്ഷിക്കാനിറങ്ങുക എന്നത് മനസ്സിന്റെ നന്മയാണ്. നന്മ മനസ്സ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനുള്ള വിൽ പവർ കൂടി വേണം. അത്തരത്തിലുള്ള കാഴ്ചയാണ് നമ്പഴിക്കാട് നിന്ന് VV തിലകൻ നൽകിയിട്ടുള്ളത്. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே காலாட்டும் சாமியே நான் தானே தெரியும். ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6105 രൂപ, പവന് 48,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം. ഗുരുവായൂർ കാവീട് ചൊവ്വല്ലൂർ ജോർജിന്റെ ഭാര്യ ഗ്രേസി നിര്യാതയായി. 67 വയസ്സായിരുന്നു. കോട്ടപ്പടി വാഴപ്പുള്ളി കുടുംബാംഗമാണ്. സംസ്കാരം കാവീട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഗ്രേസൺ, ജോയ്സൺ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തെക്കേനടയിൽ ശ്രീചക്രം അപ്പാർട്ട്മെന്റിന് പിൻവശം വല്ലാശ്ശേരി പറമ്പിൽ പരേതനായ തണ്ടാശ്ശേരി രാധാകൃഷ്ണൻ ഭാര്യ നിർമ്മല നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ആശംസ്, ആദർശ് എന്നിവർ മക്കളാണ്. പുന്നേർകുളം വില്ലേജിന് സമീപം താമസിക്കുന്ന വള്ളിക്കാട്രി ഐപ്പുട്ടി ഭാര്യ ശാരദ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു. സോമാൻ, സുരേഷ്, മല്ലിക, ശാന്തി, സുനിത, സ്മിത എന്നിവർ മക്കളാണ്. കുന്നംകുളം പരേതനായ കോലാടി ചെറിയാൻ ഭാര്യ രാജമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ബത്തേരി സെന്റ് മേരീസ് സുനോറോ പള്ളി സെമിത്തേരിയിൽ നടന്നു. IC, RC എന്നിവർ മക്കളാണ്.
കരിയന്നൂർ മുഖിൽപുരയ്ക്കൽ വേലായുധൻ ഭാര്യ കാർത്തിയായിനി നിര്യാതയായി 70 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. വിജയൻ, അജയൻ, ബിന്ദു എന്നിവർ മക്കളാണ്. കടങ്ങോട് തെക്കുമുറിയിൽ കൊട്ടേക്കാട്ട് പറമ്പിൽ രവീന്ദ്രൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. കുമാരി ഭാര്യയാണ്. രതീഷ്, രനീഷ്, രബീഷ് എന്നിവർ മക്കളാണ്. പാറന്നൂർ വീട്ടിൽ റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ കോരു മാസ്റ്റർ നിര്യാതനായി 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ജാനകിയാണ് ഭാര്യ. മനീഷ, മൃദുല, മനോജ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നൃത്തപരിപാടി അവതരിപ്പിക്കാൻ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ച് നൽകുന്ന ലോബി സജീവമാകുന്നു. നടപടിയെടുക്കാതെ ദേവസ്വം അധികൃതർ. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഭക്തർ. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകൾ പൊട്ടി റോഡ് പിളർന്നു. പുന്നേർകുളം AEO നാക്കോല റോഡിന്റെ തകർച്ച പൊതുജനത്തെ ദുരിതത്തിലാക്കുന്നു. റോഡെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാതെ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 13 കുടുംബങ്ങൾ. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ ചുട്ടുപൊള്ളും. തൃശൂരിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പിങ്ക് കഫേ കാരവാൻ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലെ വിധിന്യായം പാലിച്ചാണ് ഉത്തരവ്. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. പൊന്നാനി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി ബെല്ലാരി ഷമീറാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.